നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മധുസൂദനൻ ബാറില് മദ്യപിക്കാൻ പോയിരുന്നെങ്കിലും കൂട്ടുകാരൻ പറഞ്ഞ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എന്റെ മധുസാറെ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, അവരെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ബോധോദയം ഉണ്ടാകുന്നേ. കണ്ടില്ലേ, അതുപോലെ ഒരാൾ തന്നെയായിരുന്നു നരേന്ദ്ര സാറ്. അവസാനം അയാൾക്ക് ഒരു തൊള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ കാണിക്കും. എന്നിട്ടോ അവസാന നാളുകൾ എത്തിക്കഴിയുമ്പോഴാണ് ബോധോദയം ഉണ്ടാവണേന്നൊക്കെ പറഞ്ഞു. മധുസൂദൻ ഇത്തിരി മദ്യം കഴിക്കാനായിട്ട് എടുത്താ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ സാറേ, ഞാനിത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ ഞാൻ പറഞ്ഞത് കുറ്റമാണോന്ന് ചോദിച്ചു. താൻ പറഞ്ഞെല്ലാം ശരിയായിട്ടുള്ള കാര്യമാ. മധുസൂദനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ വർഷ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ച് രേവതി വിളിച്ചോണ്ട് വരിക. വർഷ പറഞ്ഞു, വേണ്ട ചേച്ചി, വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെ, അതിന് നല്ല ആരോഗ്യമൊക്കെ കിട്ടണമെങ്കിലേ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വർഷയെ അവിടെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി. സച്ചിൻ, ശ്രീകാന്തും രവീന്ദ്രനൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. വർഷയ്ക്ക് വേണ്ടിയിട്ട് രേവതി അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് സുധി അങ്ങോട്ട് ഒരു പ്ലേറ്റിനകത്ത് മസാല ദോശയായിട്ടൊക്കെ വരുന്നത്. ചന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയ ഈ മസാല ദോശയുടെ സ്മെല്ല് അപഹാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ ഇവന് മസാല ദോശ? അതെ, എന്റെ മോന് ഞാൻ മസാല ദോശയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. അല്ല, അവന് സാധാരണ ഇഡ്ഡലി കഴിക്കുന്നതാണല്ലോ, പിന്നെ അവനെന്താ ഇന്ന് ഇഡ്ഡലി കഴിച്ചാലോ? അതെ, അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇവനെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആരിയ്ക്കുന്നു? ആരെങ്കിലും ഉണ്ടോ അവന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്? അപ്പോഴേക്കും രേവതി ഒരു ഗോളടിച്ചു. അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നൂല അമ്മയാ എന്നും ആഹാരം ഉണ്ടാക്കി കൊടുക്കണേന്ന്. ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പേടിപ്പിക്കുകയാണ്. സച്ചി പറഞ്ഞു, എന്റെ രേവതി, അമ്മയോട് പറയാൻ നിൽക്കണ്ട, അമ്മയുടെ ഒരു ഉണക്ക മസാല ദോശ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്, ഞാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അമ്മ ഉണ്ടാക്കിയതല്ലേ, അത് എത്ര വലിയ ടേസ്റ്റാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി നോക്കിക്കഴിഞ്ഞപ്പോൾ വർഷ ആഹാരം കഴിക്കുന്നില്ല. ഇതെന്താ, നീ എന്താ ആഹാരം കഴിക്കണില്ലെന്ന് ചോദിച്ചു. പെട്ടെന്ന് വർഷയ്ക്ക് ഇങ്ങനെ മനം പുരട്ടി വന്നു. വർഷ ഇങ്ങനെ ഓക്കാനിക്കുമ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. വർഷയ്ക്ക് ആ സ്മെല്ലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സുധി ഭയങ്കര സന്തോഷത്തോടുകൂടി മസാല ദോശ കഴിച്ചോണ്ടിരുന്ന, പക്ഷേങ്കില് വർഷം ഓക്കാനിക്കുന്ന കണ്ടപ്പത്തേനും സുധിക്ക് സഹിച്ചില്ല. സുധിക്കും പെട്ടെന്ന് എന്തോ പോലെയായിപ്പോയി. സുധിയും പെട്ടെന്ന് ഓക്കാനിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി, അയ്യോ എന്റെ മോനെ, ഇത് എന്ത് പറ്റിയിടാ? സുധി അവിടെ ഇരുന്ന് ഛർദ്ദിക്കണം. അപ്പോഴേക്കും വർഷ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇവൾക്ക് ആ ബാത്റൂമിൽ എങ്ങാനും പോയി ഛർദ്ദിച്ചാ പോരെ, ഇവിടെ ഒന്ന് ഛർദ്ദിക്കേണ്ട കാര്യമുണ്ടോ? രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ചന്ദ്രയെ പറയണത്? നിനക്കൊരു ബോധം ഇല്ലേന്ന് ചോദിച്ചു. ഈ സമയം സുധി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോ സച്ചി ചോദിച്ചു, ഇനി ഇവനും പ്രഗ്നന്റ് ആണോ? ഒന്നും മിണ്ടായിടാ അവിടെ. എന്റെ മോന്, എന്റെ ദൈവമേ, പാവം, ആഗ്രഹിച്ചു മോഹിച്ച് ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നിരുന്ന. അപ്പോഴേക്ക് പറഞ്ഞു, ഇനി ഞാൻ എങ്ങനെ ഇത് കഴിക്കുമ്പോ, എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, എന്റെ മോന്റെ കാര്യം അവനൊന്നും കഴിച്ചിട്ടില്ല. സച്ചി പറഞ്ഞു, അവൻ രക്ഷപ്പെട്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അമ്മയുടെ മസാല ദോശയുടെ ഗുണം കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോകാന്ന് കരുതി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കൃത്യസമയത്ത് എന്താണെങ്കിലും വർഷ വാള് വെച്ച്, അത് അവന് ഉപകാരമായി. അമ്മയുടെ മസാല ദോശ കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് പോടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്. സച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, എടാ ശ്രീകാന്തേ, വർഷം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന് ചോദിച്ചു. അത് പോണം, എങ്കിൽ വെച്ചോണ്ടിരിക്കണ്ട, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വർഷം റെഡിയായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേനും രേവതി പറഞ്ഞു, ബാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് പോവണ്ട രേവതി ചേച്ചി എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോ തന്നെ സച്ചേട്ടനെ വിളിക്കും. സച്ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിയും ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോ സച്ചി ചോദിച്ചു, എന്താ വർഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന്? അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങോട്ടേക്ക് വന്നേ കയറാൻ പറഞ്ഞു. അങ്ങനെ അവര് 4 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറി. ആ സമയത്ത് വർഷം പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യായേ, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ട് ചെയ്യണം. ആ സമയം ശ്രീകാന്ത് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എടി, നിന്നെ കൊണ്ടുപോകുന്നതേ ലേബർ റൂമിലേക്കൊന്നും അല്ല, ഡോക്ടർ അടുത്തൊരു ചെക്കപ്പിന് കൊണ്ടുപോകുന്ന, മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കുക, ഓവർ ആക്ടിങ് വേണ്ടാന്ന് പറഞ്ഞു. വർഷവിനെ ഒന്നും മിണ്ടിയില്ല. ആ സമയം രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ കുറച്ച് പതുക്കെയൊക്കെ കാറ് വിടണമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം,
നീ എന്നെ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാമയെ കാണാനായിട്ട് ചന്ദ്രമതി എന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭാമയോട് പറഞ്ഞു, അതെ വർഷ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. പ്രഗ്നന്റ് ആണോ? അതെ, ശ്രീകാന്തൊരു അച്ഛനാകാൻ പോകുക. അത് കേട്ടതും ഭാമ പറഞ്ഞു, ഞാൻ കരുതി ആദ്യം പ്രഗ്നന്റ് ആവുന്ന രേവതി ആയിരിക്കുന്നു. രേവതിയോ? ആ പൂക്കാരി ആവാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിലും അവളാവുന്ന എനിക്ക് ഇഷ്ടമില്ല. എന്റെ മനസ്സിൽ ആഗ്രഹം ആദ്യം ശ്രുതിക്കും കൂടെ കുഞ്ഞുണ്ടാവണം എന്നായിരുന്നു. അമ്മ കുറെ സ്വത്തുക്കളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അത് അവർക്ക് കിട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. സാരമില്ല, ശ്രീകാന്ത് വർഷമായതിലും എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാമ ചോദിച്ചു, അല്ല നീയേ ഏൽസ് കൊണ്ടുപോയില്ലായിരുന്നോ? അതെന്ത് ചെയ്തെന്ന് ചോദിച്ചു. ആ സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ ശബ്ദം കേട്ടു. പെട്ടെന്ന് ശ്രുതി എന്ത് ചെയ്തു, അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. ഏലസ്, എന്റെ ദൈവമേ, അത് കെട്ടിക്കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് കണ്ടകശനിയായിരുന്നു. ഒടുവില് ഞാനത് രണ്ടും അഴിച്ചു കളഞ്ഞു. അപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അല്ല ഞാനും ശ്രുതിയും തമ്മിൽ അകന്നു പോയേനെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാനായിട്ട് എഴുന്നേക്കുന്നത്. അപ്പോഴേക്ക് ശ്രുതി പിന്നമ്പുറത്തേക്ക് മാറി. അങ്ങനെ ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അകത്തേക്ക് വരുവാണ്. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോ ഭാമ പറഞ്ഞു, ദേ ചന്ദ്ര ഇപ്പൊ അങ്ങോട്ട് പോയതോളെന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു ആന്റി എന്ന് പറഞ്ഞു. പിന്നെ ആ ഏലസിന്റെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. ഏലസൊക്കെ ചന്ദ്രമതി അഴിച്ചു കളഞ്ഞു. ഇനിയിപ്പൊ അവരെ തമ്മിൽ അകറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച തന്നെയാ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴെല്ലാവരുടെയും കണ്ണ് വർഷയുടെ മേലില്ല. അതെന്താ? വർഷ പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റ് ആണോ? ശ്രുതിക്ക് ഒട്ടും കൂടെ സഹിക്കാൻ പറ്റിയില്ല. എന്താ ശ്രുതി, അത് കേട്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ? ഒന്നുമില്ല. ആദ്യം നീ പ്രഗ്നന്റ് ആവണമെന്നായിരുന്നു ചന്ദ്രയുടെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ലല്ലോ. ഇനിയിപ്പോ ഏതെങ്കിലും കോടീശ്വര പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാ അവളുടെ തീരുമാനം. അതൊന്നും നടക്കാൻ പോകുന്നില്ല ആന്റി. ഈ ശ്രുതി ഒരു കാര്യം തീരുമാനിച്ച തന്നെയാ. ആന്റി കണ്ടോ, ഞാൻ അവിടെ കയറി പറ്റും. അത് അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. ശ്രുതിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഭാമയ്ക്കൊന്നും മനസ്സിലായിരുന്നില്ല ഇവളിത് എന്ത് ഭാവിച്ച എന്നൊരു ചിന്തയായിരുന്നു ഭാമയുടെ മനസ്സിൽ. ഇതേ സമയത്ത് രേവതി സച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷയും രേവതിയും കൂടെ ഡോക്ടറെ കാണാൻ കയറി. ഡോക്ടർ പരിശോധനയ്ക്കായിട്ട് വർഷയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പരിശോധനയൊക്കെ നടത്തുന്ന സമയത്ത് വർഷയോട് ചോദിച്ചു, എന്താ ഇത്രമാത്രം ടെൻഷൻ? ഭയങ്കര ടെൻഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. രേവതി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ ഡോക്ടർ പറയണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് പുറത്തിരുന്ന് സച്ചിയോട് ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ടൻ പോയിക്കോ. സച്ചിയേട്ടൻ ഓട്ടം ഉള്ളല്ലേ, വെറുതെ ഓട്ടം കളയണ്ട, ഞങ്ങൾ തിരിച്ചൊരു വണ്ടി വിളിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. എടാ ഒരെണ്ണം അങ്ങ് ഇട്ട് തന്നാണ്ടല്ലോ, വേറെ വണ്ടി വിളിച്ച് പോയിക്കോളാന്ന്. ഒരു കാര്യം ചെയ്യ, നീ പോയിക്കോ, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകാനുള്ളതല്ലേ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. സച്ചിയേട്ടനോ? അതെ, ഞാൻ രേവതി ഉണ്ടല്ലോ, അവളെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഞങ്ങളാ, നീ അതിന്റെ അവളുടെ കാര്യമൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ആഹാ, ഇപ്പൊ ഞാൻ ഔട്ടായോ എന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അതെ നീ ഔട്ടാ, ഞങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഈ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. വർഷം വന്നിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം, കഠിനമായ ജോലികളും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. വർഷയുടെ മുഖം അപ്പോഴും കടന്നൽ കുത്തിയ പോലെ ഇരിക്കുക. എടോ, ഞാൻ തന്നോട് തന്നെ പറയണേ, താനത് ശ്രദ്ധിക്കണില്ലേന്ന് ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി വർഷയെ നോക്കി. സമയം ഡോക്ടർ പറഞ്ഞു, അതെ ധാരാളം പഴങ്ങളും അതോടെ പച്ചക്കറികളും അങ്ങനെ എല്ലാം അങ്ങനെ കഴിക്കണം, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാം കേട്ട് ഒടുവിൽ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും സച്ചി ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല, 2 പേർക്കും സുഖമാണ്, 2 പേരും ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ നിന്നെ ഡോക്ടറെ കാണിച്ചോന്ന് ചോദിച്ചു. എന്നെയോ? അത് 2 പേരും ഓക്കെ ആയിരിക്കുന്നു പറഞ്ഞ് പെട്ടെന്ന് രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രേവതി പറഞ്ഞു, അതെ എന്റെ കാര്യമല്ല പറഞ്ഞ്, വർഷയുടെയും കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞു. അങ്ങനെയാണല്ലേ, മെഡിസിൻ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ വാങ്ങാം. സച്ചി പെട്ടെന്ന് ആ ഫയലും കൂടെ വാങ്ങി. അതെ നീ വാങ്ങാനൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ പോയി വാങ്ങിക്കോളാം, എനിക്കറിയാം. സച്ചിയുടെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞു, എനിക്കറിയാം വാങ്ങാനായിട്ട്, നീ വേണേ പോയിക്കോ, ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സച്ചി വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചിരിക്കുവാണ്. ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് സഹിച്ചില്ല. നിന്ന് ചിരിക്കുന്ന ചിരി, മനുഷ്യനാണ് ഇവിടെ ഭ്രാന്ത് എടുക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാന്ന് പറ. ശ്രീകാന്ത് കാരണമാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിൽ. പിന്നീട് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില് മുറിയിലിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നിട്ട്, എന്ത് പറ്റി ശ്രുതി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. എന്താ ശ്രുതി വല്ല ഡിവോഴ്സ് നോട്ടീസോ അയച്ചോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും അല്ല, പിന്നെന്താ കാര്യം? വർഷ പ്രഗ്നന്റാ. ആഹാ,
അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. സന്തോഷം, ഞാൻ ആദ്യം പ്രഗ്നന്റ് ആവണമെന്നാ ഞാൻ കരുതിയിരുന്നേ. എന്നിട്ട് അവള് പ്രഗ്നന്റ് ആയിരിക്കുക. ഇപ്പൊ അവളെ നിലത്തെങ്ങും ആയിരിക്കില്ല വെച്ചോണ്ടിരിക്കുന്ന, എല്ലാരും തലേ ചുമന്നോടെ അടക്കുമായിരിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാ. എടി അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ആദ്യം അവിടെ ആ കുടുംബത്തിലുണ്ടാകുന്ന കുഞ്ഞിന് അച്ഛമ്മ കുറെ സ്വത്തുക്കളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും സുധിക്കും അത് കിട്ടണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എടി അത് കഴിഞ്ഞു പോയ കാര്യങ്ങള്, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നീ ഇവിടെയാണ്, അവിടെ പോലും അല്ലാന്ന് പറഞ്ഞു. എടി എനിക്ക് അങ്ങോട്ടേക്ക് പോയി കയറണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? നടക്കുന്ന കാര്യം വല്ലതും പറ. നിന്നെ ആ വീട്ടിലേക്ക് കയറ്റുവോ? ഒരു കാര്യം ചെയ്താലോ? ഞാൻ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞാലോ? പ്രഗ്നന്റ് ആന്നോ? അതെ, പ്രഗ്നന്റ് ആന്ന് പറയാ. എങ്ങനെയുണ്ട് ഐഡിയ? എടി നീ പ്രഗ്നന്റ് അല്ലല്ലോ. കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ലേ? എത്ര ദിവസം പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിരിക്കും. പിന്നെ എല്ലാം പറഞ്ഞപ്പോ അവിടുന്ന് നിന്നെ ചവിട്ടി പുറത്താക്കില്ലേ? അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നാൾ കഴിയുമ്പോൾ അബോർട്ടായി പോയെന്ന് പറയാം. എടി അപ്പൊ പിന്നെ അവർക്ക് സംശയം തോന്നിയാലോ? അത് മാത്രല്ല, നീ കള്ളത്തരം കാണിച്ചാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അല്ല, സുധി ഒത്തിരി ആഗ്രഹിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ അവൻ എന്നെ വിളിച്ചോണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. എടി അങ്ങനെയാണെ പോലും ആരെക്കൊണ്ട് നീ ഇത് പറയിപ്പിക്കും. ഒരു കാര്യം ചെയ്യാം, ബഹമാൻറ്റിയെ പോയി കാണാം. എടി മുമ്പ് നീ ബഹമാൻറ്റി അടുത്തൊന്നും വന്നതല്ലേ ഉള്ളൂ. അപ്പൊ വീണ്ടും നീ ചെന്ന് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? അവരൊരു മണ്ടിയ, അവർക്ക് അങ്ങനെ സംശയമൊന്നും തോന്നത്തില്ല. അപ്പൊ അവരെ കൊണ്ട് പറയിക്കാം ഞാൻ പ്രഗ്നന്റ് ആന്ന്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. എനിക്കിതത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ കണ്ടോ മീരെ, നീ ധൈര്യമായിട്ടിരിക്കുക, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനല്ലേ പറയണേന്ന് ചോദിച്ചു. ഇതേ സമയത്ത് മധുസൂദനെ പുറത്ത് പോകാൻ റെഡിയായിട്ട് വരുമ്പത്തിന് മഹിമ ചോദിച്ചു, അല്ല മധുവേട്ടൻ ഇത് എവിടെ പോവാ? അതൊരു സർപ്രൈസാ, ഒരു സ്ഥലം വരെ പോവാ. അല്ല നീ മോളെ കാണാൻ പോയിട്ട് എന്തായി? ഓ എന്താവാന്, അവിടെ ചെന്ന് മോളെ കണ്ടു. ഓ അവരുടെ ഒരു ജാട അഹങ്കാരമൊക്കെ ഒന്ന് കാണണം. എന്താ മഹിമ അങ്ങനെ പറഞ്ഞേ? എന്ത് പറയാനാ, ഞാൻ ചോദിച്ചു നിന്റെ മുഖത്ത് നമ്മളുള്ളൊരു സന്തോഷമില്ലാത്തതെന്ന്. അപ്പൊ സച്ചി ചിലപ്പോ പറഞ്ഞാണോ എന്തേലും ഇല്ലേ? അല്ല ഞാൻ ചോദിച്ചു ശ്രീകാന്തുമായിട്ട് വല്ല വഴക്കോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ സച്ചി അതിന് മറുപടി തന്നു കാണുമല്ലോ. സച്ചിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ മഹിമേ അവിടെ പോയി അങ്ങനെ അവരെ ചെറുതാക്കാൻ തോന്നിയ അവർക്ക് ഇഷ്ടപ്പെടുവോന്ന് ചോദിച്ചു. ഓ പിന്നെ നീ അത് മാത്രം അല്ലല്ലോ, വേറെ എന്തേലുമൊക്കെ പറഞ്ഞാണല്ലോ, അത്രത്തെ നിർത്തി കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞു നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നീ വീട്ടിലേക്ക് പോരെ. ഇവിടെ എപ്പോഴും അടിയും പിടിയൊക്കെ അല്ലേ, അന്തരീക്ഷം ശരിയല്ലോ. അത് നമ്മുടെ മോൾക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല, എന്ത് ചെയ്യാനാന്ന് പറ. അവൾ എന്നെ ചീത്ത പറഞ്ഞു. എന്റെ മഹിമേ, അവൾ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എടി ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്ത് അവൾക്ക് സഹിക്കുവോ? ദേ നീ മോളെ കാണാൻ പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് ഇതുപോലത്തെ വർത്താനങ്ങളൊന്നും പറയരുത്. ആ വീട്ടുകാരെ ചെറുതാക്കി കാണിക്കരുത്, അറിയാലോ. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാ എനിക്ക് നിന്നോട് ക്ഷമിക്കാനും സഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അന്തം വിട്ട് നിൽക്കുകയാണ് മഹിമ. ഇത് തന്റെ മധുവേട്ടൻ തന്നെയാണോ പറയണേ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.